ശരി മമ്മി. ശരി അമ്മേ. കേൾക്കണല്ലോ. അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. കുറച്ച് ദിവസമായില്ലേ ഞാൻ വന്നിട്ട് നിങ്ങളുടെ മുന്നിലോട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ, ബർത്ത്ഡേ, അങ്ങനെ ഷോപ്പിങ്ങിന് പോകൽ, അങ്ങനെ പല 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 പരിപാടികൾ ചേർന്നിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്ന്. അപ്പം നമ്മൾ രാവിലെ റിഹാൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടോ. ഫെബ്രുവരി 14 എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് നോമ്പിൻ്റെ പർച്ചേസിന് ഇറങ്ങി. ഇപ്രാവശ്യം ഉമ്മയും ഉപ്പയില്ല കേട്ടോ. നോമ്പിൻ്റെ പർച്ചേസിന് ഉപ്പാക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വന്നില്ല. ഞങ്ങൾ മാത്രമാണ് കേട്ടോ പോയിട്ട് വന്നത്. അനിയത്തി തന്ന സ്പെക്സ് ആണ്. അപ്പോൾ പാലക്കാട് നിന്ന് ഞങ്ങൾ റിഹാനെ പിക്ക് ചെയ്തിട്ടാണ് ഈവനിങ് നമ്മൾ പോയത് ലുലുവിലോട്ട്. ഈ പറഞ്ഞ പോലെ റിഹാൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അവരവിടെ ആഘോഷിച്ചു. പിന്നെ എന്തൊക്കെയോ കളിക്കാനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്കതൊന്നും മനസ്സിലായില്ല. പിന്നെ ഈവനിങ് ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ടൈമാണ് ഉമ്മയും ഉപ്പയും ഇല്ലാത്തൊരു ഷോപ്പിംഗ് എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളും കണ്ട ഒരു ഇതിലൊന്ന് പറയണേ. ഡ്രസ്സ് എടുക്കാനൊക്കെ വല്ലപ്പോഴും പോകും. ഇടിയുമില്ല അത്ര. കാരണം എനിക്കൊക്കെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ കുറേ സമയമാവും. അപ്പോൾ പോസ്റ്റ് ആക്കണ്ട വിചാരിച്ചു. പോയ പാട് അവിടെ പുറത്തുണ്ടായിരുന്നു കേട്ടോ കുറേ കാറിൻ്റെ സംഭവങ്ങൾ, പിള്ളേർ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി നമ്മുടെ നോമ്പിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. റൂഅബ്സ, കാഷ്യൂ, അതുപോലെ ബദാം. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് അവിടെ നല്ലൊരു ടാസ്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ പോയി ജസ്റ്റ് ഒന്ന് തൊടുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഉള്ളിൽ വന്നപ്പോൾ ഈ കാറിൻ്റെ അവിടെ എവിടെ നോക്കിയാലും ഹോട്ട് വീൽസ് അല്ലേ, എവിടെ നോക്കിയാലും കാറ് അത് അവരത് നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ ട്രോളി ഏകദേശം നിറയാനായിട്ടുണ്ടായിരുന്നു. വെജിറ്റബിളും ഫ്രൂട്ടും അതുപോലെ സമൂസ ലീഫ് ഇല്ലാണ്ട് എന്ത് നോമ്പ് അല്ലേ. അപ്പം അതെടുത്തു. പിന്നെ ചിക്കൻ നഗറ്റ്സ് കണ്ടു. എല്ലാം ഹലാൽ പ്രോഡക്റ്റാണ്. ലുലു ആണെങ്കിൽ ഹലാൽ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നന്നായിട്ടുണ്ട്. പിന്നെ ചീസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സോസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എടുത്തിട്ട് കുറേ കാലമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്തുട്ടോ. മയണൈസ്, കെച്ചപ്പ്, അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ പൊടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പത്തിരിപ്പൊടി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ജീരകം, കടുക്, ഉലുവ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എടുത്തു. പിന്നെ വലിയ ജീരകം, ബ്ലാക്ക് പെപ്പറൊക്കെ എടുത്തു. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ മല്ലിയില, ഇത് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ചോക്ലേറ്റ് ഞാൻ കണ്ടുപിടിച്ചു. നമ്മൾ ആരാ മോള് അല്ലേ. പിന്നെ ഇതാ എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് പിന്നെ എനിക്ക് ഭയങ്കര സർപ്രൈസ്. എനിക്ക് മനസ്സിലായി മൂപ്പര് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. എന്നാലും ഞാനങ്ങ് അഭിനയിച്ചു. എന്തെങ്കിലും ഒരെണ്ണമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം കേട്ടോ. അത് ഹോട്ട് ലാവ കേക്ക് അല്ലേ. ഹോട്ട് ലാവ കേക്ക്. ഇതിനെന്താ പറയുക, ഭയങ്കര ചൂടുള്ള, എനിക്ക് പേര് മറന്നുപോയി. അപ്പോൾ അതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിനിതാ അൺബോക്സ് ഒക്കെ ചെയ്തു. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഓവർ മേക്കപ്പ് എന്നും പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്പെക്സ് കണ്ണാടി ഇട്ടിട്ട് ഞാനിങ്ങനെ കാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കുന്നത് വെയിലത്തിരുന്നിട്ട് എടുക്കണോണ്ടാണ് കേട്ടോ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ മതിയില്ല എന്നല്ല, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പിസയൊക്കെ കഴിച്ചു. നമ്മുടെ സ്വന്തം ഫുഡി ഫ്രം പാലക്കാടിനെയൊക്കെ കണ്ടു. പിന്നെ കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. മൂപ്പര് അവിടെ എന്തോ ഒരു പ്രൊമോഷൻ വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ചാച്ചി ഉറങ്ങി. പിറ്റേ ദിവസം എണിച്ചപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമല്ല, ഞായറാഴ്ച സെലിബ്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ഉണ്ടാക്കാണ്ടിരുന്നത്. അപ്പോൾ ഇത് ഞായറാഴ്ചയാണ്. അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതിൻ്റെ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. പക്ഷേ പെർഫെക്റ്റ് ഷേപ്പ് എനിക്ക് ഫ്രൈ ചെയ്തപ്പോൾ വന്നില്ല കേട്ടോ. ഉരുട്ടിയപ്പോൾ ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട്
കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഗുലാബ് ജാമുൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴിയുള്ള ചട്ടി അല്ലാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാനൊരു മൊഞ്ചുണ്ടായിരുന്നില്ല, നീ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നല്ലോണം ഉള്ളിലൊക്കെ വേവുന്നവരെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഉള്ളിലൊരു കട്ടയായി പോകും, ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി. ഇതും ഐസ്ക്രീമും കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇതുണ്ടാക്കിയത്. പായസം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഷെമിത്തി ഹസ്ബൻഡും ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വേഗം ഫ്രൈ ആക്കി. കുട്ടികളുടെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വേഗം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഫുഡ് മേടിക്കുക കേട്ടോ ചെയ്തത്. മട്ടൻ ബിരിയാണി മേടിച്ചു, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൊറോട്ട, ചിക്കൻ കറി, അതിൻ്റെ ഇടയിലുണ്ട് 2 നെയ്ച്ചോറ് വിട്ടേക്കുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മുടെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ശരി ഇനിയിപ്പോൾ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ നാടൻ കറി ഓർഡർ ചെയ്തു. പിന്നെ പൊറോട്ട, പിന്നെ നമ്മുടെ ബിരിയാണിയുടെ പാക്കിംഗ് അടിപൊളിയാണ്. ഇപ്രാവശ്യം ഈ ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്, റാവുത്തറല്ല. എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളത് ഞാൻ മറന്നുപോയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ പീസ് നമുക്ക് കിട്ടും കേട്ടോ, എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടും. മട്ടനാണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ എഗ്ഗൊക്കെ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വേഗം പൊറോട്ട ഒന്ന് ഇതാക്കിയെടുത്തു. മലബാർ പൊറോട്ടയാണ്, നല്ല ടേസ്റ്റുള്ള പൊറോട്ട. പിന്നെ കാസറോളിലോട്ട് ഇതാ നല്ല ചൂടിൽ ബിരിയാണിയൊക്കെ വിളമ്പിയെടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കംപ്ലീറ്റ് സെർവ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ സാലഡും ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് കാണിക്കൊന്നും ചെയ്തിരുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് വീഡിയോ എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂറോളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഹെൽത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെ നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഞാനും കുട്ടികളും കൂടെ എല്ലാം കൊണ്ടുവച്ച്, ആപ്പിൾ കട്ട് ചെയ്ത്, സാലഡ് മുറിച്ച്, ബിരിയാണി കൊണ്ടുവച്ച്, പൊറോട്ട കൊണ്ടുവച്ചു. പിന്നെ ഇതാ വീണ്ടും ഒരു കാസറോള ബിരിയാണി എടുത്തു. പിന്നെ നമ്മൾ നാടൻ ചിക്കൻ കറിയും സാലഡും ഉണ്ടാക്കി. സാലഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ റിഹാൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. എല്ലാം ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടെടുത്തു. പപ്പ വരി എനിക്ക് ഇന്നലത്തെ ദിവസത്തിന്റെ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ വേഗം പോയിട്ട് ഞാൻ സ്വീറ്റ് എടുത്തു. നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, അതിൻ്റെ കൂടെ തന്നെ ഗുലാബ് ജാമുനും വെച്ചിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഷോളും ഇച്ചിരി പർച്ചേസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം സൂറത്തു നിന്നും ബോംബെയിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വരെ പോവാന്ന് പറഞ്ഞിട്ട്. അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ആൾക്കാരെ കണ്ടു. അങ്ങനെ ഫസ്റ്റ് ഞാനാണ് കേട്ടോ കഹാനിയിലെത്തിയത്. ഇവിടുന്ന് 5:15 ഇക്ക എന്നെ KSRTCയിൽ കൊണ്ടുവിട്ട് ബസ് കയറ്റി. ഞാൻ KSRTCയിൽ പോയി 6:55 ആവുമ്പോൾ അവിടെ എത്തുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ളവർ ജസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതാ വേഗം ഉള്ളിലൊക്കെ കയറി. ചാവി പിന്നെ അവിടെ നമുക്ക് അറിയുന്ന ഒരാളുടെ അടുത്താണ് കേട്ടോ ഏൽപ്പിക്കാറ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്ന് അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കി. പിന്നെ ബാക്കിയുള്ള പാർട്ട്നേഴ്സൊക്കെ വന്ന് നമ്മൾ കാറിലാണ് കേട്ടോ പോണത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വലിയ പർച്ചേസ് അല്ല, ചെറിയൊരു രീതിയിലുള്ള പർച്ചേസിന് വേണ്ടിയിട്ടാണ് പോണത്. ഒരു ചാറ്റ് പറഞ്ഞേ. ഓക്കെ, അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരെയും എടുത്തു. ഇനിയിപ്പോൾ നേരെ പോകണം. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിരുന്നില്ല, പക്ഷെ ഒരു ചായയെങ്കിലും കുടിക്കണം എന്ന് വിചാരിച്ച് അവിടെ കാണുന്ന ഒരു കടയിൽ നിർത്തി. കുറേ സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കോഫി എടുത്തു. അങ്ങനെ പലതും, ബൂസ്റ്റ് എടുത്തവരുണ്ട്, ചായ എടുത്തവരുണ്ട്, കോഫി എടുത്തവരുണ്ട്. അങ്ങനെ അതെല്ലാം കുടിച്ച് ക്യാഷ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇനിയും യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയി എവിടെ എത്തി,
ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് സ്ഥലങ്ങളൊന്നും പറയാൻ വലിയ ഇതിലൊന്നും അറിയത്തില്ല. എന്നാലും നമ്മളിങ്ങനെ ഓരോ ഭാഗത്തൂടെ, കാരണം ഒരു കോഴിക്കോട് എത്തിയപ്പോഴേ 10-12 വർഷം മുന്നേ നമ്മളിവിടെ സ്റ്റേ ചെയ്തിരുന്നു കേട്ടോ. ഒരു സ്കൈ ലൈൻ ഇല്ലേ, ആ ഒരു ഫ്ലാറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ബീച്ച് റോഡിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് സ്കൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു 3 മാസം നമ്മൾ സ്റ്റേ ആക്കിയിരുന്നു. ഡെയിലി ഈവനിങ് നമ്മൾ ഇങ്ങോട്ട് പോകും, അതായത് ബീച്ചിലോട്ട് പോകും. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യും, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കും. ഇങ്ങനെയൊക്കെ ഇപ്പം മൊത്തത്തിൽ മാറിയ പോലെ, 10 ഇരട്ടി ക്രൗഡായ പോലെ, എന്തൊക്കെയോ നല്ല അടിപൊളി വ്യത്യാസങ്ങളൊക്കെ വന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പം നമ്മൾ അവിടെ എത്താൻ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്താൻ കുറച്ച് സമയം എടുത്തു. പിന്നെ അവിടുന്ന് നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി മാർക്കറ്റിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റഹ്മത്തിൽ പോയിട്ട് ബിരിയാണി കഴിക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്, പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടുന്ന് അവരുടെ ഓട്ടോ ഉണ്ടാവും, അപ്പോൾ അതിൽ കയറിയിട്ടാണ് ഇപ്പം അങ്ങോട്ട് പോണത്. അവർ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചും ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഓർഡറൊക്കെ ചെയ്തു. ബിരിയാണി വന്നു. ഒരുപാട് ഫുഡ് അടിച്ച് കയറ്റിയാൽ പിന്നെ നമുക്ക് നടക്കാനൊന്നും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് എല്ലാവരും കഴിച്ചിട്ട് പിന്നെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണത്. അതുവരെ ഫോൺ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇരുട്ടത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് റിട്ടേൺ വന്നപ്പോൾ കോഴിക്കോട് ബീച്ച് കാണാണ്ട് വരുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞു. അവരൊരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇവിടെ നമ്മൾ നേരത്തെ താമസിച്ച ഫ്ലാറ്റൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബൈ.